കുറച്ച് മുമ്പോട്ട് കയറുക. ആ മോനെ ക്യാമറ കുറച്ച് ബാക്കിലുള്ള ഒരു പ്രതിഷേധ സൂചനമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തങ്ങിവെച്ച് പ്രതിഷേധിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 9 വർഷക്കാലം കൊണ്ട് ഈ കേരള ജനത ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലേക്ക് അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റവും പണപ്പെരുപ്പവും നേരിട്ടുകൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലേക്കാണ് സ്ഥിതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ട പ്രതിപക്ഷമാകട്ടെ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അത് ഫ്രണ്ട് വെച്ച് എല്ലാവരും ഇങ്ങനെ വിഴുങ്ങും. വലിയ ബാനർ കഴിഞ്ഞ 6 വർഷത്തെ പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ ഏറ്റവും താഴ്ന്ന നിലയായിട്ടുള്ള 2.1% ദേശീയ ശരാശരി നിലനിൽക്കുന്നതാണ്. അതിന്റെ 3 ഇരട്ടി കടത്തിലിട്ടുകൊണ്ട് 6.7% നമ്മുടെ സംസ്ഥാനം 1ാം സ്ഥാനത്തേക്ക് പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യത്തെ മാസമല്ല, തുടർച്ചയായിട്ട് 6ാമത്തെ മാസം ഇതേ രീതിയിൽ 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് കേരളം പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ ജനങ്ങളെ മുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം. ഈ പണപ്പെരുപ്പം നമ്മുടെ ദേശീയ ശരാശരിയായിട്ടുള്ള 6% എന്നത് മറികടന്ന് ഒരേ ഒരു സംസ്ഥാനമായിട്ട് ഈ കേരളം മാറുകയാണ്. തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ തമിഴ്നാടായാലും കർണാടകയായാലും 2.7%, 2.5% താഴ്ന്ന നിരക്കിലേക്ക് വരുന്നു. ഈ സംസ്ഥാനത്ത് എത്രത്തോളം ഇറക്കുമതി വരുന്നുണ്ട്, അതെങ്ങനെ ജനങ്ങളെ രീതിയിലുമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഈ പണപ്പെരുപ്പം. കേരം തിങ്ങും കേരള നാട് എന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്നു. കൽപ്പവൃക്ഷങ്ങളുടെ നാട്, അതാണ് കേരളം. പക്ഷെ ഇവിടെ കറിക്ക് കൂട്ടാനുള്ള നാളികേരത്തിന് വരെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് വെളിച്ചെണ്ണ എന്നുള്ളത്. ആ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപ മുടങ്ങിയായി നിന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇത് 160 രൂപയായിരുന്നെങ്കിൽ 500 രൂപ മറികടന്ന സാഹചര്യത്തിൽ ഇന്നിവിടെ കാര്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിനിധികളൊന്നും ഇതിനെതിരായിട്ട് കാണുന്നില്ല. 2 കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കേരളത്തിലെ അമ്മമാരുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധ പരിപാടികളുമായിട്ട് മഹിളാ മോർച്ച രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജീവിച്ചു പോകാൻ തന്നെ പറ്റാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. സൗമ്യ കൊലക്കേസിലെ പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. അതീവ സുരക്ഷിതമാണ് സെൻട്രൽ ജയിൽ എന്നാണ് ഇതുവരെ പറഞ്ഞു വരുത്തിയിരുന്നത്. എന്നാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിക്കടന്നത് അംഗപരിമിതിയുള്ള ഒരു വ്യക്തി. ഒരു കൈയില്ലാത്ത ഒരു വ്യക്തിക്ക് ചാടിക്കടക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ കേരളത്തിലെ സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിന് ആരുടെയൊക്കെ ഒത്താശ ലഭിച്ചു എന്നുള്ളത് തീർച്ചയാണ്. ഇത്ര കൊടുക്രിമിനലായിട്ടുള്ള ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ കേരള സർക്കാർ നൽകുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കുകയാണ്. ഗോവിന്ദച്ചാമിയെ പിടികൂടിയത് ആ പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരുടെ അതിതീക്ഷ്ണമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഇടപെടൽ നാട്ടുകാരുടെ ഇന്ന് നമുക്കിടയിൽ സ്വൈരവിഹാരം നടത്തിക്കൊണ്ട് ഗോവിന്ദച്ചാമിയും ഉണ്ടാകുമായിരുന്നു. കാരണം ആ ജയിൽ ചാടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ ജയിലിനകത്ത് അദ്ദേഹത്തിന് അണികളുണ്ടായിരുന്നു.
വിദ്യാലയത്തിലേക്ക് നമ്മൾ കുട്ടികളെ പറഞ്ഞു വിടുന്ന സമയത്ത് ഇന്നത്തെ പത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് KSEBയുടെ റിപ്പോർട്ട് മന്ത്രി തള്ളി എന്നുള്ളതാണ്. മിഥുൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി മരണപ്പെടുമ്പോൾ വിളിച്ച് പുറപ്പെടുപ്പിച്ചു യൂണിഫോം അണിയിച്ചുകൊണ്ട് ഒരമ്മ കുട്ടിയെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞുവിട്ട് ആ കുട്ടിയുടെ ചേതനയറ്റ ശരീരമാണ് തിരിച്ചു വീട്ടിലേക്ക് എത്തിയത്. ഇത്തരം ദാരുണമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ വീണ്ടും ഈ കേരളത്തിന്റെ ഭരണകൂടം LDF ഭരണകൂടം ഉത്തരേന്ത്യയിലേക്ക് മാത്രം കണ്ണു നട്ടുകൊണ്ട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് ന്യൂനതയാണ് ഉള്ളത് എന്ന ഗവേഷണം മാത്രം നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ LDF ഭരിക്കുന്ന ഈ ഒരു സംസ്ഥാനത്തിന്റെ ഗതികേട് എന്നും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു മാറ്റം വരണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രത്യക്ഷമായിട്ടുള്ള സമര പോരാട്ടങ്ങളിലേക്ക് മഹിളാ മോർച്ച നേതൃത്വം നൽകുകയാണ്. ഇന്ന് പണപ്പെരുപ്പത്തിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടമെങ്കിൽ, വിലക്കയറ്റത്തിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടമെങ്കിൽ അത് വിജയം കാണുന്നതുവരെ ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് മഹിളാ മോർച്ച തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെയുള്ള ശരാശരി വീട്ടമ്മമാരുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ 50% വരുന്ന സ്ത്രീ സമുദായത്തിന് വേണ്ടി, ആ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രധാനമായിട്ടുള്ള മഹിളാ മോർച്ച തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട്. അതിന് സ്ത്രീകളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള കഞ്ഞി വെച്ചുകൊണ്ടുള്ള സമരം. മുൻപ് നമ്മൾ പറയാറുണ്ട് കർക്കിടക മാസം എന്ന് പറയുന്നത് പഞ്ഞമാസമാണ് എന്ന്. ആ പഞ്ഞമാസത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ വലിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ. അതിന്റെ പ്രതീകാത്മകമായിട്ടാണ് കഞ്ഞി വെച്ചുകൊണ്ട് ഒരു സമരത്തിന് ഇന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ശരി, നിന്നോളൂ. അത് കർപ്പൂരിട്ടുണ്ടാ? ഇത് PDTP അല്ലേ? കുറച്ച് ആളുകൾ ഇരിക്കുക, ബാക്കി ആളുകൾ നിൽക്കുക. കേരള നാട്ടിൽ
യോഗത്തിന്റെ അധ്യക്ഷയായിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമതി സിമി ജ്യോതിഷ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നവ്യ ഹരിദാസ്, ഇവിടെ എത്തിയിരിക്കുന്ന പാർട്ടിയുടെ മറ്റ് ചുമതലയുള്ളവരെ, മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് ഇന്ന് ഈ വിലക്കയറ്റം. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കുമൊക്കെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെയാ ഞാൻ മുന്നിൽ സൈഡ് നിൽക്കേണ്ടത്. ജനങ്ങളെ തളർത്തുന്ന രീതിയിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ വിലക്കയറ്റം, ഇതിന് അടിയന്തരമായി സർക്കാർ ഇടപെട്ടില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ഇതിന് പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടിറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഉദ്ഘാടകർ പറഞ്ഞതുപോലെ നമ്മുടെ പണപ്പെരുപ്പം ഇന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഇത് മാസങ്ങളായി ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയുമാണ്. നേരത്തെ ദേശീയ പണപ്പെരുപ്പത്തിന്റെ പെർസെന്റേജ് നവ്യ ഇവിടെ സംസാരിക്കുകയുണ്ടായി. പിണറായി സർക്കാർ ഇത് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ടാണ് ഇത് എന്നുള്ള സാധാരണ രീതിയിലുള്ള ന്യായങ്ങളൊന്നും ഇന്നിവിടെ വിലപ്പോകാനായിട്ട് പോകുന്നില്ല. പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം ജനങ്ങളെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നമ്മുടെ ഈ സമ്പദ് വ്യവസ്ഥയെ അടിത്തറ ഇളക്കുന്ന രീതിയിൽ, നമ്മളെ നട്ടലൊരുക്കുന്ന രീതിയിലാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ ഇവിടുത്തെ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ശക്തമായ സമര പരമ്പര തന്നെ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ഞങ്ങൾ രംഗത്തിറങ്ങുക തന്നെ ചെയ്യും. കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ആവശ്യം നല്ലൊരു ഭരണത്തിലാണ്. അവരെ സാമ്പത്തികമായും അതുപോലെ തന്നെ അവരുടെ തൊഴിലിനും അതുപോലെ ജനക്ഷേമയ്ക്ക് മുൻഗണന കൊടുക്കുന്ന ഭരണമാണ് ഇന്ന് കേരളത്തിന് ആവശ്യം. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയുമെന്ന് നമ്മൾ കൃത്യമായും നമ്മുടെ ദേശീയ തലത്തിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നതുമാണ്. സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് കൈയിട്ട് വാരിക്കൊണ്ട് പട്ടികജാതി വികസന ഫണ്ടുകൾ മോഷ്ടിച്ചുകൊണ്ട് ഈ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഞാനും അപ്പന്റെ പെങ്ങൾ സുഹൃത്തെയും മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ നിലപാടിനെതിരെ മഹിളാ മോർച്ച, ഇവിടുത്തെ മഹിളകൾ, ഇവിടുത്തെ ഓരോ സ്ത്രീകളും മുന്നിട്ടിറങ്ങിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം നടത്തിക്കൊണ്ട് ഇത് അവരുടെ അവസാനത്തെ ഭരണമായിരിക്കുമെന്ന് ഉറപ്പായും ഞങ്ങൾ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പട്ടിണി സമരം ഉദ്ഘാടനം ചെയ്ത് നവ്യയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം. നമസ്കാരം.
എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ ഇന്നത്തെ ചുറ്റുപാടുകളിലെ അതിഭീകരമായ ജനദുർവിധിയെ ഓർമ്മിച്ചുകൊണ്ടാണ് മഹിളാ മോർച്ച ഇന്ന് ഇത്തരം ഒരു പ്രതിഷേധ കഞ്ഞി വിതരണ പരിപാടിയിലേക്ക് കടന്നത്. അളമുട്ടിയ ചേരയും കടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. കേരളത്തിലെ അടുക്കളകളെ അറിയുന്നവരാണ് ഇവിടുത്തെ സ്ത്രീകള്. ആ അടുക്കളകളിൽ പെരുമാറുന്ന സ്ത്രീകളുടെ ദുരന്തമാണ് ഇന്ന് മഹിളാ മോർച്ച കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഏറ്റെടുത്ത് പ്രതിഷേധമായി അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ കൃഷി ചെയ്യുന്ന ഭൂമികൾക്ക് മുഴുവൻ കൃഷി ചെയ്യാനുള്ള സാധ്യത ഒഴിവാക്കിക്കൊണ്ട് ഇടത് വലത് മുന്നണികൾ ഇവിടെ കോൺക്രീറ്റ് സൗധങ്ങൾക്ക് അനുമതി കൊടുത്തപ്പോൾ കേരളത്തിൽ കാർഷിക വിളവുകൾ ഇല്ലാതെ പോയി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന നമ്മുടെ സാധാരണ ഉപഭോക്തൃ വസ്തുതകൾ, നമ്മുടെ ഗ്രോസറി മുഴുവൻ ഇന്ന് വളരെ കൂടിയ വിലയ്ക്ക് വാങ്ങേണ്ട സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഈ ഓണക്കാലത്ത് കണ്ണീരോടുകൂടി മഹാബലിയെ വരവേൽക്കാൻ നിൽക്കുകയാണ്. എല്ലാ സാധനത്തിനും തൊട്ടതിന് മുഴുവൻ വില. ആ വില ഒരു വശത്ത് ഈടാക്കുമ്പോൾ മറുവശത്ത് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡിയോടുകൂടി സോളാർ വെക്കുന്നവര് ആ സോളാർ പാനലിന്റെ വൈദ്യുതി KSEBയുമായി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സോളാറിന്റെ ഉപഭോക്താവിന് 3 രൂപ 60 പൈസ കിട്ടുമ്പോൾ KSEB തിരിച്ച് വൈകുന്നേരങ്ങളിൽ കറന്റിന് മേടിക്കുന്നത് 7 രൂപ 10 പൈസയാണ്. ആ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിന് സബ്സിഡി തരുന്ന സോളാർ ഉപഭോക്താക്കളെ പോലും വഞ്ചിച്ച് ഇവിടുത്തെ സാധാരണക്കാരന്റെ കീശ കൈയിട്ട് മാന്തുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഇടത് സർക്കാർ അധപ്പതിച്ചു കഴിഞ്ഞു. അമ്മ സഹോദരി എന്ന വിചാരം പോലുമില്ലാതെ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാമൂഹിക വ്യവസ്ഥിതിയും ഗോവിന്ദസ്വാമിമാരെ പോലെയുള്ളവരെ ജയിൽ ചാടി ഇവിടുത്തെ സ്ത്രീ ജീവിതത്തെ അപകടത്തിന്റെയും ഭീതിയുടെയും വഴികളിലേക്ക് ഇറക്കിവിടുകയും ചെയ്തുകൊണ്ട് സാമൂഹ്യ ദുരന്തങ്ങൾക്ക് ഇടതുപക്ഷം കൂട്ടുനിൽക്കുമ്പോൾ ഇപ്പുറത്ത് അടുക്കളയിൽ പുകയ്ക്കാൻ മാർഗമില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഓണത്തിന് ഒരുപാട് കടകളുടെ നമ്മൾ പരസ്യം കാണാറുണ്ടല്ലേ? കുക്കറിന്റെ പരസ്യം, സ്റ്റൗവിന്റെ പരസ്യം. ഈ പരസ്യങ്ങളിലേക്കുള്ള സാധനം വാങ്ങി അടുപ്പിൽ സാധനം വെക്കണമെങ്കിൽ സാധനം വാങ്ങാൻ കേരളത്തിന് പൈസയുണ്ടോ? കേരളത്തിലെ സാധാരണക്കാർക്ക് പൈസയുണ്ടോ? 18% DA കുടിശ്ശിക കേരള ഗവൺമെന്റ് കൊടുക്കാതിരിക്കുമ്പോൾ കയ്യിൽ പൈസ ഇല്ലാതെ ഇവിടുത്തെ ഗവൺമെന്റ് ജീവനക്കാർ പോലും കണ്ണീര് കുടിക്കുകയാണ്. ഇതിനൊക്കെ എതിരെ മനസ്സ് നൊന്ന അമ്മമാരുടെ, മനസ്സ് നൊന്ന കേരള സ്ത്രീകളുടെ പ്രതിഷേധമാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് നടയിലുള്ളത്. കേരളത്തിലെ ജില്ലകളിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. മഹിളാ മോർച്ചയുടെ ധീരമായ ഈ സമര തുടർച്ചയ്ക്ക് എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഭാരത് മാതാ കി ജയ്. LDF സർക്കാർ അധികാരത്തിൽ വന്ന സമയം മുതൽ വിലക്കയറ്റം ഉൾപ്പെടെ ഒട്ടനവധി കാര്യങ്ങളാണ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ കയറുമോ എന്നുള്ള കാര്യത്തിൽ പോലും ആൾക്കാർക്ക് സംശയമായിട്ടുണ്ട്. ഒന്ന് മഴ പെയ്താൽ റോഡിലെ കുഴികളിൽ വീണ് മരിക്കുന്ന അനേകം മനുഷ്യർ. ഇപ്പോഴാണെങ്കിൽ ലേറ്റസ്റ്റ് ട്രെൻഡായിട്ട് വന്നിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ലൈൻ കമ്പികളിൽ ഷോക്കേറ്റ് മരിക്കുന്നതാണ്. മിഥുൻ എന്ന് പറയുന്ന 15 വയസ്സുകാരനെ സ്കൂളിൽ പറഞ്ഞു വിട്ട ആ അമ്മയുടെ വിഷമം നമ്മളെ കേരളം കാണാതെ പോകരുത്. ഇന്നലെയും 2 പേര് വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചിട്ടുണ്ട്. വിവരാവകാശ രേഖ പ്രകാരം അറിയാൻ സാധിച്ചത്
KSEB-യിലെ തന്നെ 900-ലധികം വേക്കൻസികൾ ഇനിയും നികത്താനുണ്ട്. ഇതൊക്കെ നികത്താൻ എവിടെയാ സമയം? PSC വഴി കറക്റ്റ് ആയിട്ട് നിയമനം നടത്താനല്ല അവർക്ക് സമയം. കോർപ്പറേഷനുകളിൽ ഉൾപ്പെടെ പിൻവാതിൽ നിയമനം നടത്തുവാനുള്ളതാണ് അവരുടെ സമയം. അങ്ങനെ പിൻവാതിൽ നിയമനം നടത്തി ഇഷ്ടക്കാരെ കുത്തിനിറച്ച് കേരള സംസ്ഥാനം നമ്പർ 1 സംസ്ഥാനം എന്ന നിലയിൽ നിന്ന് ഏറ്റവും 28ാമത്തെ സംസ്ഥാനമാക്കി, ഇന്ത്യയിലെ ഏറ്റവും മോശം സംസ്ഥാനമാക്കി ഈ 9 വർഷം കൊണ്ട് നടത്തിയിട്ടുണ്ട്. ഇവിടെ മഹിളാ മോർച്ച ഇത് തുടങ്ങിയിരിക്കുന്നത് വെറും ഒരു സൂചനയുടെ സമരം മാത്രമാണ്. തുടർന്നും ശക്തമായ പ്രതിഷേധങ്ങൾ ഈ വിലക്കയറ്റുന്നതിനെതിരെയും ഗവൺമെന്റിനെതിരെയും നടത്തുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടകയും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ ശ്രീമതി നവ്യ ഹരിദാസിനെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഞ്ജന രഞ്ജിത്ത്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി അഞ്ജന രഞ്ജിത്ത് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. തിരുവനന്തപുരം സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമതി സെമി ജ്യോതിഷ്, സെക്രട്ടറിമാരായ ശ്രീമതി ആശാനാഥ്, ശ്രീമതി ജയ രാജീവ്, ശ്രീമതി സുനി ബാലു, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മണ്ഡലം ജില്ലാ ഉപാധ്യക്ഷ ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ, ഉള്ളൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ദിവ്യ, എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ രമ ടീച്ചർ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. ചേച്ചി തിളപ്പിച്ചിട്ടേ ഇറങ്ങി എണീക്കുള്ളൂ.